എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ശ്രീകൃഷ്ണ കർണാമൃതം പൂന്താനത്തിൻ്റെ 18 മുതൽ ഉള്ളത് നോക്കാം. ഒന്നിച്ചിരിക്കുമ്പോഴടുത്തു കണ്ണൻ പിന്നൂടെ കേശങ്ങളഴിച്ചുകൊണ്ടാൻ വന്നിട്ടു മുറ്റത്തിറ വെള്ളമേറ്റാൻ അമ്മയ്ക്കും അച്ഛനും ഒരാവതില്ലേ. കണ്ണനെ കൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഇരിക്കപ്പുറതില്ലാന്ന് ചുരുക്കം ഇതിൽ പറഞ്ഞിരിക്കണേ. യശോദയും നന്ദഗോപരും കൂടി ഒന്നിച്ച് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുമല്ലോ. ആ സമയത്ത് ആരും അറിയാതെ കണ്ണൻ പിന്നിക്കൂടി പോയിട്ട് യശോദ നല്ല ഭംഗിയായിട്ട് ചീകി പിന്നിക്കെട്ടി വച്ചിരിക്കുന്ന മുടിയൊക്കെ പിടിച്ച് അഴിച്ച് ഒലച്ച് വിതിർത്തി അങ്ങോട്ട് ഇടും. നല്ല രസമല്ലേ? അതുപോലെ നല്ല പെരുമഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറവെള്ളം വീഴുമല്ലോ. ആ ഇറവെള്ളം വീഴണതിൻ്റെ ചോട്ടിൽ പോയി അങ്ങനെ നിന്ന് നനയൂത്രേ. അത് കഴിഞ്ഞ് ആ വെള്ളം തന്നെ അച്ഛൻ്റെ അമ്മയുടെ മേത്തേക്ക് എറ്റി തെറിപ്പിച്ച് അവരെയൊക്കെ നനയ്ക്കും. ഇങ്ങനെയൊക്കെ ഒരു പൊറുതിയും അച്ഛനും അമ്മയ്ക്കും ഒരു പൊറുതിയും കൊടുക്കാത്ത ചാപല്യങ്ങൾ, വികൃതികൾ, അതിനെയാണ് ഇവിടെ പൂന്താനം വർണ്ണിച്ചിരിക്കുന്നത് ഈ ഒരു ശ്ലോകത്തിൽ. ഒന്നിച്ചിരിക്കുമ്പോഴടുത്തു കണ്ണൻ പിന്നൂടെ കേശങ്ങൾ അഴിച്ചുകൊണ്ടാൻ, മുടിയൊക്കെ അഴിച്ച് വിതിർത്തിയിട്ട് കൊടുത്തു, പിന്നി കെട്ടിവെച്ച മുടിയൊക്കെ. അതുപോലെ ഏറ്റി മുറ്റത്ത് വീഴണ ഇറവെള്ളം മേത്ത് കൊണ്ടിട്ട് അതിൻ്റെ ചോട്ടിൽ പോയി നിന്ന് മഴ ഇങ്ങനെ ആ ഇറവെള്ളം കൊണ്ട് മേത്തൊക്കെ ആക്കി. അതും കൂടാതെ അച്ഛൻ്റെ അമ്മയുടെ മേത്തേക്ക് എറ്റിച്ച് തെറിപ്പിച്ച് അവരെയും നനച്ചു. അങ്ങനത്തെ വികൃതികളൊക്കെയാണ് കണ്ണൻ്റെ. അടുത്ത ശ്ലോകത്തിലോ, മായത്തിനാൽ മാനുഷനായ നാഥൻ മോഹത്തിനാൽ വെണ്ണ ലഭിപ്പതിനായി മാനിച്ചു മാതാവോടു ചേർന്നു നന്നായി മാറത്തു തൈർത്തുള്ളിയുമേറ്റിരുന്നാൻ. മായത്തിനാൽ മാനുഷനായ നാഥൻ. ആരാ നാഥൻ? ലോകനാഥൻ, ജഗന്നാഥൻ. ആ ജഗന്നാഥനാണ് മായ കൊണ്ട് മനുഷ്യൻ്റെ രൂപം. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഫാൻസി ഡ്രസ്സാണ്. ജഗന്നാഥൻ്റെ ഒരു ഫാൻസി ഡ്രസ്സാണ് ഈ കൃഷ്ണവേഷം. അത് നന്നായിട്ട് കളിക്കണ്ടേ, എന്നാലല്ലേ ഫസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെയാണ് കണ്ണൻ വിചാരിച്ചേക്കണേ. കൗശലം, മായം, ഇതിനൊക്കെ കൃഷ്ണനെ കഴിഞ്ഞിട്ടേ ആൾ വേറെ ഉള്ളൂ. പ്രച്ഛന്നവേഷം അഭിനയിക്കുകയാണ് ലോകനാഥൻ. ഇപ്പം എന്താ ചെയ്യണേ? മായത്തിനാൽ മാനുഷനായ നാഥൻ മോഹത്തിനാൽ വെണ്ണ ലഭിപ്പതിനായി. മോഹത്തിനായി മനുഷ്യ സ്വഭാവത്തിൻ്റെ ആ ഒരു വൈഭവം തന്നെ കാണിക്കുകയാണ്. വെണ്ണ കൊതിച്ചിട്ട്, മനുഷ്യ സ്വഭാവമല്ലേ, ഇഷ്ടമുള്ള സാധനങ്ങൾ ഇങ്ങനെ കഴിക്കാൻ കൊതി. അമ്മയുടെ അടുത്ത് പോയിട്ട് സ്നേഹമായിട്ട് അമ്മയുടെ മേത്ത് ഒട്ടി നിന്നിട്ട് അമ്മ യശോദ തൈര് കലക്കുന്ന നേരത്ത് അമ്മയുടെ മേത്ത് ഉരുമ്മി ചേർന്ന് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ആ തൈര് കലക്കുമ്പോൾ തൈരിൻ്റെ തുള്ളികൾ ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് കുറേശ്ശെ തെറിക്കും. അതൊക്കെ മേത്താവും, കണ്ണൻ്റെ മേത്താവും. അതാണ് പറയണേ, മാനിച്ചു മാതാവോട് ചേർന്ന് നന്നായി മാറത്ത് തൈർത്തുള്ളിയുമേറ്റിരുന്നാർന്നു. അമ്മയുടെ അടുത്ത് പോയി ചേർന്ന് ഇങ്ങനെ ഇരുന്ന് ആ വെണ്ണ കൂടണത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. വെണ്ണ തിന്നാൻ കൊതിയായിട്ട് ജഗന്നാഥന് വെണ്ണ തിന്നാൻ കൊതി. അപ്പോൾ ആ വെണ്ണ കൂടണത് കുറച്ച് നേരം കലക്കിയാലല്ലേ വെണ്ണ കൂടി വരുള്ളൂ. അതിന് വേണ്ടി അങ്ങനെ കാത്തിരിക്കുകയാണ് കണ്ണൻ. അപ്പോൾ അപ്പം തൈര് കലക്കണ തൈരിൻ്റെ തുള്ളികൾ ഒക്കെ മേത്തൊക്കെ ആയിട്ടുണ്ടാവും അപ്പോഴേക്ക്. അപ്പോൾ പൂന്താനം പറയണത് ആ തൈര് കടയുമ്പോൾ തെറിച്ച വെളുത്ത തൈരിൻ്റെ തുള്ളികൾ കണ്ണൻ്റെ മരതക നിറമുള്ള മാറിനെ നന്നായി അലങ്കരിച്ചു എന്നാണ്. മേത്തേക്ക് ഇങ്ങനെ
ഈ തൈരിൻ്റെ തുള്ളി തെറിക്കുമ്പം കണ്ണൻ്റെ മരതക നീലം എന്നൊക്കെയാണ് പറയണത്. ആ നിറമാണത്രേ കണ്ണന്. അപ്പോൾ ഈ വെളുത്ത തുള്ളി തെറിച്ച് വെളുത്ത തുള്ളി ഏറ്റ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് തെളിഞ്ഞു കാണും അല്ലേ. അപ്പോൾ ആ തൈർത്തുള്ളിയും കൊണ്ട് കണ്ണൻ്റെ ദേഹം അലങ്കരിച്ചു എന്നാണ് പൂന്താനം ഭാവന ചെയ്യണത്. അങ്ങനെ ആ തൈരിൻ്റെ തുള്ളിയൊക്കെ മേത്ത് ഇങ്ങനെ തെറിച്ചാലും വെണ്ണ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെണ്ണ ആയത് അറിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകത്തിൽ നമ്മുടെ ബലരാമനെയാണ് സ്തുതിക്കുന്നത്. ബലരാമനെയും കൃഷ്ണനെയും ഒന്നിച്ച് ബാലത്വേന കളിച്ച നാളനുജനോടൊന്നിച്ചു കാണുന്നവർക്കാലസ്യം വരും അക്ഷികൾക്ക് തിരുമൈ രണ്ടും ജഗന്മോഹനം നീലക്കല്ലു തമാലമഞ്ജനകളായാഭം ഹരേ ശ്യാമളം ബാലത്തിങ്കളുദിച്ച പോലെ ഭവതോപ്യാനന്ദ നീലാംബരം. ഇതിൽ ബലരാമനെയാണ് വർണ്ണിക്കണത്. ബാലത്വേന കളിച്ച നാൾ, ബാല്യകാലങ്ങളിൽ അനുജനോടൊന്നിച്ച്, അനുജൻ ശ്രീകൃഷ്ണനോടൊന്നിച്ച് കളിച്ച് കാണുന്നവർക്ക് ആലസ്യം വരുമെന്ന്. ഏട്ടനും അനിയനും കൂടി അങ്ങനെ രാമനും കൃഷ്ണനും കൂടി കളിച്ചങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ കാണുന്നവരുടെ കണ്ണിന് ആലസ്യം വരുമെന്ന്. എന്താണ് കാണുന്നവർക്ക് മോഹം കാണുന്നവർക്കൊക്കെ ആ ഉണ്ണികളെ ഇങ്ങനെ കണ്ടിട്ട് മോഹവും. എന്താ വെച്ചാൽ ഒന്ന് തന്നെ രണ്ടായി പിരിഞ്ഞിരിക്കുന്ന അവർ ചേരുമ്പോൾ അത്രയും അത്ഭുതമായിട്ടുള്ള ഒരു ഒരുമ ആണ്. ഒന്നിൻ്റെ തന്നെ രണ്ട് ഭാവങ്ങളാണ് ഇവർ രണ്ടുപേരും എന്നാണ് പറയണത്. ഒരേ സമയത്ത് അവർ രണ്ടുപേരും ഒന്നിൻ്റെ തന്നെ രണ്ട് ഭാവങ്ങളായ അവർ രണ്ടുപേരും ഒരേ സമയത്ത് കണ്ണിൽ കാണാറാവുക. അതുകൊണ്ട് അത് കാണുമ്പോൾ എല്ലാവരും മോഹിക്കും. അയ്യോ എന്ത് രസമാണ് ഈ ഉണ്ണികൾ എന്ന്. അങ്ങനെ മോഹവും. നീലക്കല്ലു തമാലം അഞ്ജനകളായാഭം. നീലയും ഒരു പച്ചില മരത്തിൻ്റെ ആ ഒരു കളറും, തമാലം എന്ന് പറഞ്ഞാൽ നീലക്കല്ല് തമാലം അഞ്ജനകളായാഭം എന്നാണ് പറഞ്ഞേക്കുന്നത്. തമാലം എന്ന് പറഞ്ഞാൽ ഒരു പച്ചില മരത്തിൻ്റെ അതിൻ്റെ പച്ചയും കൂടി കലർന്ന ഒരു കളറ്. അഞ്ജനകളായാഭം അത് കായാമ്പൂവിൻ്റെ അഞ്ജനകളായാഭം. അഞ്ജനം എന്ന് പറഞ്ഞാൽ കറുപ്പുമല്ല, തിളങ്ങണ ഒരു ജാതി നീല നിറമാണ് ഈ അഞ്ജനത്തിന്. കണ്ടിട്ടില്ലേ? അതിൻ്റെ കളറ് അഞ്ജനകളായ അങ്ങനത്തെ കളറാണ്, നിറമാണ് കണ്ണന്. ഹരേഷ് കായാമ്പൂവിൻ്റെ ഭംഗി ഉണ്ട്. അതുപോലെ ഹരേ ശ്യാമളം, അനുജൻ്റെ ശ്യാമള നിറവും ഏട്ടൻ്റെ തമാല വർണ്ണം രണ്ടും കൂടി ബാലത്തിങ്കൾ ഉദിച്ച പോലെ. ഹരേ ശ്യാമളം ഭവത, അവിടുത്തെ ബലരാമൻ്റെ കൃഷ്ണൻ്റെ ശ്യാമള നിറവും ബലരാമൻ്റെ എന്താണ് രുചിതുലിത തമാലം എന്ന് നാരായണീയത്തിൽ പറയുന്നുണ്ട് ഭട്ടതിരിപ്പാട്. അത് നമുക്ക് ഒന്ന് ഓർക്കാം. പിന്നെ ആ രണ്ട് കളറും കൂടി ചേർന്ന ഒരു ഭംഗി. ബാലത്തിങ്കൾ ഉദിച്ച പോലെ. ബാലത്തിങ്കൾ എന്ന് പറഞ്ഞാൽ ശുക്ലപക്ഷ സമയത്ത് ആദ്യം ഉദിച്ചിങ്ങനെ ആദ്യം നമ്മൾ കാണുമ്പോൾ
വെളുപ്പും കറുപ്പും ചേർന്ന് ഒരു ചന്ദ്രനെ കാണും, ബാലത്തിങ്കൾ ഉദിച്ച പോലെ. അപ്പോൾ അതാണ് കണ്ണൻ കറുമ്പനാണ്, അതുപോലെ ബലരാമൻ വെളുത്തിട്ടുമാണ്. അതാണ് പറയണേ, ബാലത്തിങ്കൾ ഉദിച്ച പോലെ എന്ന്. അങ്ങനെ ഒരു ഉപമ കൊടുത്തിരിക്കുന്നു. ആനന്ദ നീലാംബരം, ആനന്ദിപ്പിക്കുന്ന നീല നിറം കാണുമ്പം കണ്ണിനൊരു കുളിർമയുണ്ടാവും അല്ലേ? അങ്ങനത്തെ ഒരു നിറത്തിലുള്ള നീലാകാശത്തിൻ്റെ നിറം നമുക്ക് ഒരു കളങ്കവും ഇല്ല, ഒരു തെളിഞ്ഞു നിൽക്കണ നീലാകാശത്തിൻ്റെ നിറം എങ്ങനെയാണ്? അതാണ് അനന്തമായ നീലാകാശം എന്നും ആവാം. ആനന്ദം എന്ന ശബ്ദത്തിന് ആനന്ദിപ്പിക്കുന്ന നീലപ്പട്ട്. തിരുമൈ രണ്ടും അക്ഷികൾക്ക് ജഗന്മോഹനം എന്ന്. ഈ രണ്ട് ഉടലുകളും കാണുന്നവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന്. ജഗന്മോഹനമായ തിരുമൈകൾ രണ്ടും കാണുന്നവരുടെ കണ്ണുകൾക്ക് ആലസ്യം വരും എന്നാണ് ആദ്യം തന്നെ പറഞ്ഞത് അല്ലേ? ബലരാമനായ ഏട്ടനും കൃഷ്ണനും കൂടി അങ്ങനെ കളിച്ച് രസിച്ച് ആ അമ്പാടിയിൽ കൂടി ഇങ്ങനെ നടക്കുന്നത് കാണുന്നവർക്ക് കണ്ണിന് ആലസ്യം വരും, മോഹം വരും, മനസ്സിന് മോഹം വരും. ഇവരെ ഒന്ന് താലോലിക്കാനും ഒന്നെടുക്കാനും ഒന്ന് ഉമ്മ വയ്ക്കാനും ഒക്കെ കാണുന്നവർക്കൊക്കെ മോഹാവും എന്നാണ് പൂന്താനം പറയണത്. നമുക്ക് മനസ്സിലിങ്ങനെ കാണാം അല്ലേ? ആ യാദവ കുലത്തിൽ കണ്ണനായി പിറന്ന ഭഗവാനും ബലരാമനായി പിറന്ന അനന്തനും അങ്ങനെ ഉണ്ണികളായിട്ട് നീലാംബരനും പീതാംബരനും കൂടി അങ്ങനെ കളിച്ച് പശുക്കളെ മേച്ച് അമ്പാടിയിൽ അച്ഛനോടും അമ്മോടും വികൃതി കാണിച്ച് ഒക്കെ ഇങ്ങനെ നടക്കുന്ന ആ ഉണ്ണികളെ നമുക്ക് മനസ്സിൽ സങ്കല്പിച്ച് മനസ്സുകൊണ്ട് നമസ്കരിക്കാം അല്ലേ? അവരെ നമുക്കും നമ്മുടെ മനസ്സിൽ അവരുടെ ആ ഒരു കളിയും വികൃതികളും അവരുടെ ആ മനോഹരമായിട്ടുള്ള രൂപവും നമ്മുടെ മനസ്സിലും തെളിയമാറാകണേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം പൂന്താനത്തിനെ പോലെ. എല്ലാവർക്കും അടുത്ത ശ്ലോകവുമായിട്ട് പിന്നെ അടുത്ത തവണ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.